അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, കോപത്തോടെ എന്നെ ശാസിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കോപത്തോടെ എന്നെ ശാസിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു. അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരിക്കുന്നു. അങ്ങയുടെ രോഷം നിമിത്തം എന്റെ ശരീരത്തിന് സൗഖ്യമില്ല. പാപങ്ങൾ നിമിത്തം അസ്ഥികൾക്ക് സ്വസ്ഥതയില്ല. എന്റെ കുറ്റങ്ങൾ തലയ്ക്കുമീതെ ഉയർന്നു. അവ ദുർവഹമായ ചുവട് പോലെ എന്നെ ഭാരപ്പെടുത്തുന്നു. എന്റെ വ്രണങ്ങൾ അഴുകി ദുർഗന്ധം പരന്നു. പാപങ്ങൾ നിമിത്തം ഞാൻ അസ്വസ്ഥനായി ദിവസം മുഴുവൻ വിഷാദത്തിൽ കഴിഞ്ഞു. എന്റെ കണങ്കാലുകൾ വിറയ്ക്കുന്നു. സംഭ്രമം എന്നിൽ നിറഞ്ഞിരിക്കുന്നു. എന്റെ ശരീരം അസ്വസ്ഥമായി. പരിഭ്രമത്താൽ ഞാൻ ഏറെ വിവശനായി. ഹൃദയവേദനയാൽ നിറവേർപ്പെട്ടു. കർത്താവേ, എന്റെ അഭിലാഷങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. എന്റെ നെടുവീർപ്പുകൾ അങ്ങേക്ക് അജ്ഞാതമല്ല. എന്റെ ഹൃദയം അതിശക്തി പിടിക്കുന്നു. ശക്തിയെല്ലാം ചോർന്നു പോയിരിക്കുന്നു. കണ്ണുകൾക്ക് പ്രകാശമില്ലാതെയായി. സ്നേഹിതരും പരിചിതരും എന്റെ വേദനയിൽ സഹതപിച്ചില്ല. ബന്ധുജനങ്ങൾ അകന്നു നിന്നു. എന്റെ ജീവൻ തേടുന്നവരും എന്റെ നാശം ആഗ്രഹിക്കുന്നവരും എന്നെ പിടികൂടിയിരിക്കുന്നു. അവർ വഞ്ചനയും വ്യാജവും സംസാരിക്കുന്നു. ദിവസം മുഴുവൻ ദുരാലോചനയിൽ മുഴുകുന്നു. ഞാനോ ബധിരനെ പോലെ ഒന്നും കേൾക്കാതിരുന്നു. മൂകനെ പോലെ ഞാൻ വായു തുറന്നില്ല. ഞാൻ ചെകിടനെയും ഊമനെയും പോലെയായി. കർത്താവേ, ഞാൻ അങ്ങേ കാത്തിരിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എനിക്ക് ഉത്തരമരുളി. ഇപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എന്നെ പ്രതി അവർ സന്തോഷിക്കാതിരിക്കട്ടെ.
എന്റെ കാലിടുമ്പോൾ അവർ നിന്ദിക്കാനിടയാക്കരുതേ. സഹിക്കാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു, വേദന എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. എന്റെ അകൃത്യം ഓരോന്നും ഞാൻ ഏറ്റുപറയും, പാപത്തിൽ നിന്ന് അങ്ങ് എന്നെ ശുദ്ധനാക്കും. എൻ്റെ ശത്രുക്കൾ അതിശക്തരാണ്, അകാരണമായി എന്നെ വെറുക്കുന്നവർ അസംഖ്യമാണ്. നന്മയ്ക്ക് പകരം അവർ തിന്മ ചെയ്യുന്നു, നന്മ തേടുന്നതിനാൽ അവർ എന്നെ വെറുക്കുന്നു. കർത്താവേ, എന്നെ കൈവിടരുതേ, എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എന്റെ സഹായത്തിന് വേഗം വരണമേ, എനിക്ക് രക്ഷ നൽകണമേ. നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ദുഷ്ടർ എനിക്കെതിരായി നിൽക്കുന്നതിനാൽ എന്റെ അധരം തിന്മയിൽ നിന്ന് ഞാൻ സൂക്ഷിക്കും. ഞാൻ മൂകനും മ്ലാനവദനും നന്മയില്ലാത്തവനുമായിരുന്നു, എൻ്റെ സങ്കടം വർദ്ധിച്ചു. എന്റെ ഹൃദയം തപിച്ചു, ശരീരത്തിൽ അഗ്നി കത്തിപ്പടർന്നു. അപ്പോൾ ഞാൻ വാചാലനായി. ആയുസ്സിന്റെ ദൈർഘ്യം എന്തെന്നും ജീവിതം എന്തിനെന്നും അറിയിക്കാൻ കർത്താവ് എൻ്റെ ജീവിതാന്തം എന്നെ ഗ്രഹിപ്പിച്ചു. അളന്നാണല്ലോ അങ്ങ് എനിക്ക് ദിനങ്ങൾ തന്നത്, എന്റെ ആയുഷ്കാലം അങ്ങയുടെ മുമ്പാകെ ഒന്നുമല്ലല്ലോ. തിരുസവിധത്തിൽ എല്ലാ മനുഷ്യരും പുക പോലെയാകുന്നു, അവർ നിഴലിൽ വ്യാപരിച്ച് മാഞ്ഞു പോകുന്നു. മനുഷ്യൻ സമ്പത്ത് വാരിക്കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, അങ്ങല്ലാതെ ആരെനിക്ക് ആശ്രയം? സകല കൃത്യങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എന്നെ ദുഷ്ടരുടെ നിന്ദാപാത്രമാക്കരുതേ. ഞാൻ മൂകനായിരിക്കുന്നു, എന്റെ വായു തുറന്നില്ല, എല്ലാം അങ്ങയുടെ പ്രവൃത്തികളാണല്ലോ. അങ്ങയുടെ മർദ്ദനവും കരങ്ങളുടെ പ്രഹരവും എന്നിൽ നിന്ന് മാറ്റിക്കളയണമേ. എന്റെ പാപങ്ങളുടെ പേരിലുള്ള കുറ്റപ്പെടുത്തലാൽ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. അങ്ങ് മനുഷ്യനെ ശാസിക്കുന്നു, അവന്റെ ദുരാശകളെ വൈക്കോൽ പോലെ ചാമ്പലാക്കുന്നു, മറ്റരെല്ലാം പുക പോലെയാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥനയും യാചനയും ശ്രവിക്കണമേ, എന്റെ കണ്ണുനീർ കാണണമേ, അങ്ങ് മൗനമായിരിക്കരുതേ. ഞാൻ അങ്ങയോടത്ത് വസിക്കുന്നവനും എന്റെ പിതാക്കന്മാരെ പോലെ പരദേശിയുമാകുന്നു. അങ്ങ് എന്നെ രക്ഷിക്കണമേ, ഞാൻ ഇവിടം വെടിഞ്ഞ് കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അവിടുന്ന് എന്നിലേക്ക് തിരിഞ്ഞു എന്റെ യാചന ശ്രവിക്കുകയും ചെയ്തു. കഷ്ടതയുടെ കുഴിയിൽ നിന്നും ജീർണതയുടെ ചീറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എന്റെ കാലുകൾ പാറമേൽ ഉറപ്പിച്ചു, എന്റെ പാദങ്ങൾ സുസ്ഥിരമാക്കി. ദൈവസ്തുതിയാകുന്ന ഒരു നവ്യഗീതം അങ്ങ് എന്റെ അധരത്തിന് നൽകി. അനേകർ അത് കണ്ട് ആനന്ദിക്കുകയും കർത്താവിൽ സമാശ്രയിക്കുകയും ചെയ്യും. മിഥ്യയിലേക്കും കപടഭാഷണത്തിലേക്കും തിരയാത്തവനും തിരുനാമത്തിൽ ശരണം വെക്കുന്നവനും ഭാഗ്യവാൻ. ദൈവമായ കർത്താവേ, ഞങ്ങൾക്കു വേണ്ടി അങ്ങ് ചെയ്ത അത്ഭുതങ്ങളും പദ്ധതികളും അസംഖ്യമാകുന്നു. അങ്ങേക്ക് സമനായി മറ്റാരുമില്ല. അവ വിവരിക്കാനും പ്രഘോഷിക്കാനും ഞാൻ ശ്രമിച്ചു, എന്നാൽ അവ സംഖ്യാതീതമാണല്ലോ. ബലികളിലും കാഴ്ചകളിലും അങ്ങ് പ്രസാദിച്ചില്ല. പാപങ്ങൾക്ക് വേണ്ടിയുള്ള ദഹനബലി ആവശ്യപ്പെട്ടില്ല. അങ്ങ് എനിക്ക് കേൾവിയുള്ള കാതുകൾ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിതാ വന്നിരിക്കുന്നു. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. ദൈവമേ, തിരുവിഷ്ടം നിറവേറ്റാൻ ഞാൻ മനസ്സായിരിക്കുന്നു. അങ്ങയുടെ പ്രമാണം എന്റെ ഹൃദയത്തിലുണ്ട്. വലിയ സഭയിൽ ഞാൻ അങ്ങയുടെ നീതി പ്രഘോഷിച്ചു. എന്റെ അധരങ്ങളെ ഞാൻ തടഞ്ഞില്ല. കർത്താവേ, അങ്ങേക്കത് അറിയാമല്ലോ. അങ്ങയുടെ നീതി എന്റെ ഹൃദയത്തിൽ ഞാൻ ഒളിച്ചു വെച്ചില്ല. അങ്ങയുടെ രക്ഷയും വിശ്വസ്തതയും ഞാൻ പ്രഘോഷിച്ചു. അങ്ങയുടെ കൃപയും വിശ്വസ്തതയും വലിയ സഭയിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചില്ല. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ.
അങ്ങയുടെ കരുണയും വിശ്വസ്തതയും എന്നെ സദാ സംരക്ഷിക്കട്ടെ. അസംഖ്യം തിന്മകൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു. ഒന്നും കാണാനാവാത്തവണ്ണം എന്റെ പാപങ്ങൾ എന്നെ പൊതിഞ്ഞിരിക്കുന്നു. എന്റെ തലമുടിയിഴകളെക്കാൾ അവ പെരുകി എന്റെ മനോവീര്യം നശിച്ചിരിക്കുന്നു. കർത്താവേ, മോചനമേകാൻ മനസ്സാകണമേ. സഹായം നൽകാൻ വേഗം വരണമേ. എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തട്ടെ. എനിക്ക് തിന്മ ആഗ്രഹിക്കുന്നവർ ലജ്ജിച്ച് പിൻവാങ്ങട്ടെ. എന്നെ പരിഹസിക്കുന്നവർ ലജ്ജിച്ച് നിശബ്ദരാകട്ടെ. അങ്ങയെ തേടുന്നവർ അങ്ങിൽ ആനന്ദിക്കട്ടെ. രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനെന്ന് ഉദ്ഘോഷിക്കട്ടെ. കർത്താവേ, ഞാൻ ദരിദ്രനും നിസ്സഹായനുമാകുന്നു. എനിക്കെതിരായി അവർ ആലോചന നടത്തുന്നു. എന്റെ സഹായകനും വിമോചകനും അങ്ങാകുന്നു. ദൈവമേ, അങ്ങ് വൈകരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവിന്റെ ജ്ഞാനം മഹോന്നതമാകുന്നു. കർത്താവീശോ മിശിഹായി, നിൻ വിജ്ഞാനത്തിൻ മഹിതമഹത്വം സൃഷ്ടികുല കർത്താവിന്റെ ജ്ഞാനം മഹോന്നതമാകുന്നു. കർത്താവീശോ മിശിഹായി, നിൻ വിജ്ഞാനത്തിൻ മഹിതമഹത്വം സൃഷ്ടികുലത്തിൻ അതരപുടത്താൽ വർണ്ണിച്ചിടുക ദുഷ്കരമല്ലോ. ദൂതന്മാരും മാനവഗണവും വിസ്മയമോടത് വീക്ഷിക്കുന്നു. അവന്റെ മഹത്വം നാം കാണുകയും ചെയ്തു. കരുണാസാഗരമീശോയേ, നീ ദൈവമഹത്വം വെളിവാക്കാനായി ദുർബലമർത്യ ശരീരമെടുത്തു. കുരിശുമരത്തിൽ നിന്ദിതനായി ധരയിലിനക്കായി നിർമ്മലമാക്കി നവമൊരു രൂപം കനിവോടീകി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അനുതാപികളാം മർത്യർക്കെല്ലാം വിണ്ണിൻ നന്മകളേകിടും നീ. നവമാം ജീവൻ നൽകി നിതാന്തം നിന്റെ സ്വഭാവം വെളിവാക്കുന്നു. സർവാധിപനാം നാഥ, നിന്നുടെ കരുണയ്ക്കെന്നും സ്തുതി പാടുന്നേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂമി
ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാൻ അർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവേ, എത്ര നാൾ അങ്ങ് വിസ്മരിക്കും? എത്ര നാൾ എന്നിൽ നിന്ന് മുഖം തിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എത്ര നാൾ അങ്ങ് എന്നെ വിസ്മരിക്കും? എത്ര നാൾ എന്നിൽ നിന്ന് മുഖം തിരിക്കും? എത്ര നാൾ അങ്ങ് എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ ഞെരുക്കവും തരും? എത്ര നാൾ ശത്രു എനിക്കെതിരെ ഉയർന്നു നിൽക്കും? ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എന്റെ മിഴികളെ പ്രകാശിപ്പിക്കണമേ. ഞാനവരെ തോൽപ്പിച്ചുവെന്ന് എന്റെ ശത്രു പറയാതിരിക്കട്ടെ. ഞാൻ പരിഭ്രാന്തനാകുന്നത് കണ്ട് എന്റെ മർദ്ദകർ സന്തോഷിക്കാതിരിക്കട്ടെ. ഞാനും അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചു അങ്ങയുടെ രക്ഷയിൽ എന്റെ ഹൃദയം ആനന്ദിക്കും. എന്നെ രക്ഷിച്ച കർത്താവിനെ ഞാൻ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകനേ, നിൻ ദാസരണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ നീ. ദുഷ്ടനൊരുക്കും പാപക്കെണികൾ നീക്കാൻ തുണ നീ നൽകിയിടണമേ. ദുർബലരാകും ഞങ്ങൾക്കെന്നും ദൈവികമാമ്പലമേകിയിടണമേ. അഗതിക്കഭയം കർത്താവേ നീ പ്രത്യാശയ്ക്കും ഉറവിടമല്ലോ. അനവരതം സ്തുതി പാടി നമിക്കാൻ കനിവിന്നാഥ കൃപയേകണമേ. ദാസരണയ്ക്കും സജ്ജീതികളിൽ നിന്നുടെ പ്രീതി ചൊരിഞ്ഞിടണമേ. നിന്നുടെ ആഗമസുദിനത്തിൽ നീ വരവേൽപ്പിനായി യോഗ്യതയേകൂ. താതനും അതുപോൽ സുതനും പാവനറൂഹായ്ക്കും സ്തുതി എന്നും ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത് ഓർക്കുക. അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും
ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്കായ എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.